ഹായ് ഫ്രണ്ട്സ്, റിയാക്ടിൻ്റെ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിയാക്ടിൻ്റെ ഒരു ബേസിക് ഫോൾഡർ സ്ട്രക്ചറാണ് നോക്കി. പിന്നെ അതിൻ്റെ കുറച്ച് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളും ഏതൊക്കെ ഫോൾഡർ ഏതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇൻഡെക്സ് ഡോട്ട് ജെ എസ്, ആപ്പ് ഡോട്ട് ജെ എസ് എന്നീ കാര്യങ്ങളെല്ലാം നോക്കി. ഇത് നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പോണൻസ് ഇൻ റിയാക്ടിനെ പറ്റിയാണ്. നമുക്ക് മെയിനായിട്ട് ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ക്ലാസ് ബേസ്ഡ് കമ്പോണൻസും ഒന്ന് ഫങ്ഷണൽ കമ്പോണൻസും. ആദ്യം തന്നെ എന്താണ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ ഈ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ വ്യൂ വന്നു. അപ്പോൾ ഈ ഹലോ വേൾഡ് തരുന്നത് എന്തായിരിക്കും? ഒരു കമ്പോണ്ട് ആയിരിക്കും. നമ്മൾ റിയാക്റ്റും ആംഗുലർ കമ്പോണന്റ് ബേസ്ഡ് ആർക്കിടെക്ചർ ആണ്. ഏതൊരു വ്യൂവും തരുന്നത് കമ്പോണന്റ് ബേസ് ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഹലോ വേൾഡ് തരുന്ന ഒരു കമ്പോണ്ട് ആണ്. ഇനി നമുക്ക് നേരെ കോഡിലോട്ട് പോവാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കാണാം ആപ്പ് ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ ഫയൽ ഉണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂട്ട് കമ്പോണ്ട് ഫയൽ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഫംഗ്ഷൻ സ്പേസ് അതിൻ്റെ ഫംഗ്ഷൻ നെയിം, അത് അതിൻ്റെ കേളി ബ്രാക്കറ്റിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ ചെയ്ത് അതേപോലെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് റിട്ടേൺ ചെയ്യുന്നത് എന്താ? ഒരു HTML ആണ്. നമ്മുടെ റിയാക്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ JSX, ജാവാസ്ക്രിപ്റ്റ് XML. ഓക്കെ, അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത് ഹലോ വേൾഡ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇങ്ങനെ ഫംഗ്ഷൻ സ്പേസ് ഫംഗ്ഷൻ നെയിം കേളി ബ്രാക്കറ്റ് എന്ന് റിട്ടേൺ ചെയ്യുന്നത് HTML ആണെങ്കിൽ അതിനെ നമ്മൾ പറയാം ഫങ്ഷണൽ കമ്പോണൻസ് എന്ന്. അപ്പോൾ ഇതൊരു ആപ്പ് ഡോട്ട് ജെ എസ് എന്ന് പറയുന്ന കമ്പോണ്ടാണ്. ആ കമ്പോണ്ട് റിട്ടേൺ ചെയ്യുന്നത് എന്താ? ഈ ഹലോ വേൾഡ്. ആ ഹലോ വേൾഡാണ് നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് കമ്പോണ്ടാണ് ഈ ഫങ്ഷണൽ കമ്പോണ്ട്. ഇനി അടുത്ത കമ്പോണ്ട് എന്ന് പറയുന്നത് ക്ലാസ് ബേസ്ഡ് കമ്പോണ്ട്സ്. സെയിം എക്സാക്ട് പ്രിൻസിപ്പിൾ തന്നെയാണ് ക്ലാസ് ബേസ്ഡ് കമ്പോണ്ട്, പക്ഷെ അതിൻ്റെ ഒരു സിൻടാക്സ് ഡിഫറെൻ്റ് ഉണ്ട്. നമുക്ക് രണ്ട് സിൻടാക്സ് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാനോട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. കമ്പോണൻസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ന്യൂ ഫയൽ എടുത്ത് ക്ലാസ് comp1.js എന്ന് പറഞ്ഞ പേര് ചുമ്മാ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ ആദ്യം ക്ലാസ് ബേസ്ഡ് കമ്പോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകാം. അതിന് വേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് റിയാക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ സാധാരണ ഒരു ക്ലാസ് എങ്ങനെ എഴുതാം? ക്ലാസ് സ്പേസ് ക്ലാസ് നെയിം. അപ്പോൾ ഞാൻ ക്ലാസ് നെയിം കൊടുക്കും ക്ലാസ് comp1 എന്നാണ്. ഇനി നമുക്ക് റിയാക്റ്റിലൊരു എക്സ്റ്റെൻസ് കീവേഡ് ഉണ്ട്. അതായത് രണ്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് നമ്മുടെ കീ വാല്യൂ പേഴ്സ് മറ്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ, മറ്റ് ക്ലാസ്സിനും കൂടെ ലഭിക്കണമെങ്കിൽ നമ്മൾ എക്സ്റ്റെൻസ് കീവേഡ് റിയാക്റ്റിലെ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. എക്സ്റ്റെൻസ് റിയാക്ട് ഡോട്ട് കോമ്പോണന്റ് കൊടുക്കാം. റിയാക്ട് ഡോട്ട് കോമ്പോണന്റ് ഇത് ജനറൽ ഒരു ജാവാസ്ക്രിപ്റ്റ് ക്ലാസ് എക്സ്റ്റെൻഡിങ് ആണ്. ഓക്കെ, ഇത് പറഞ്ഞാൽ റിയാക്ട് ഡോട്ട് കോമ്പോണന്റ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഈ ക്ലാസ് കമ്പോണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ക്ലാസ് കമ്പോണ്ട് ഇപ്പോൾ എന്ത് ചെയ്യും? റിയാക്ട് ഡോട്ട് കമ്പോണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ക്ലാസ് കമ്പോണ്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കൊടുക്കേണ്ട കാര്യം നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യേണ്ട എക്സ്പോർട്ട് ഡിഫോൾട്ട് മുന്നിൽ കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, ക്ലാസ് കമ്പോണ്ട്. ഇനി ഇത് എന്താണ്? ഇവിടെ നമ്മൾ അടുത്തൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, റെൻഡർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ, അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം റെൻഡർ. അത് ചുമ്മാ ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ശരിക്കും ആക്ച്വലി HTML എലമെന്റ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഫംഗ്ഷനാണ്. റെൻഡർ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷനിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് റിട്ടേൺ ചെയ്യും. ഞാനിപ്പോൾ ഒരു H2 ടാഗിൽ ദിസ് ഈസ് എ ക്ലാസ് ബേസ്ഡ് കമ്പോണന്റ് എന്ന് ഞാൻ റിട്ടേൺ ചെയ്തു. ഓക്കെ, നമുക്ക് വ്യൂ എടുത്ത് നോക്കാം. റീഫ്രഷ് ചെയ്യാം, ഒരു മാറ്റമില്ല, ഹലോ വേൾഡ് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കാം? ഈ ദിസ് ഈസ് എ ക്ലാസ് ബേസ്ഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞ ക്ലാസ് കമ്പോണന്റ് നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം? അപ്പോൾ നമ്മൾ ഈ ഹലോ വേൾഡ് ഇരിക്കുന്നത് എവിടെ? ആപ്പ് ഡോട്ട് ജെ എസ് ആണ് ഹലോ വേൾഡ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നില്ലെങ്കിൽ ഈ സാധനത്തിൽ ഈ ഒരു എലമെന്റിനെ നമുക്ക് ഇവിടെ കൊടുത്താലും എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. റിട്ടേൺ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ കൊടുത്താൽ ദിസ് ഈസ് എ ക്ലാസ് ബേസ്ഡ് കമ്പോണന്റ് റിട്ടേൺ ചെയ്യും. പക്ഷേ എനിക്ക് ഇങ്ങനെ റിട്ടേൺ ചെയ്തതിന് പകരം എന്ത് ചെയ്യണം? ഈ കമ്പോണന്റ് വൈസ് ഇതിന് റിട്ടേൺ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഈ ക്ലാസ് കമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ക്ലാസ് comp1. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, കാരണം നമ്മൾ എക്സ്പോർട്ടിങ് ഡിഫാൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും ഇത് എക്സ്പോർട്ട് ആവും. ഫ്രം ഡോട്ട് സ്ലാഷ് വേണ്ടിയല്ലേ
ഡോട്ട് സ്ലാഷ് കമ്പോണൻറ്റിനുള്ളിൽ ക്ലാസ് കമ്പോണൻറ്റ് ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ ഫയലിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈ മൊത്തത്തിനെ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ഇനി ആപ്പ് ഡോട്ട് ജെ എസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കിട്ടണമെങ്കിൽ സാധാരണ ഒരു HTML ടാഗ് എങ്ങനെ ചെയ്താൽ, ഇതാണ് നമ്മൾ സാധാരണ ഒരു ജനറൽ HTML ഒരു സിൻടാക്സ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ക്ലാസ് കോംപ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്തു, ഈ ആപ്പ് എന്ന് പറഞ്ഞ ഫങ്ഷണൽ കമ്പോണൻറ്റിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഈ ക്ലാസ് കോമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇമ്പോർട്ട് ചെയ്തു. അപ്പം നമ്മൾ എന്താണോ ഇവിടെ കൊടുത്ത് ഇത് എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് നമുക്ക് എന്ത് ചെയ്യും, ഈ ആപ്പ് ഡോട്ട് ജെ എസിൽ കിട്ടുമോ ഇല്ലയോ നോക്കാം. കണ്ടോ, ദിസ് ഈസ് എ ക്ലാസ് ബേസ്ഡ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞ് സുഖമായിട്ടോട് വന്നു. അപ്പം ഇത് പറഞ്ഞാൽ ഇപ്പം ശരിക്കും നടന്ന കാര്യം വെച്ചാൽ നമ്മളൊരു നെസ്റ്റിംഗ് കമ്പോണൻസ് എന്നാണ് പറഞ്ഞാൽ ഇതാണ് സംഭവം നടക്കുന്നത്. അതായത് ആപ്പ് ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞൊരു കമ്പോണ്ട്, ആപ്പ് എന്ന് പറഞ്ഞൊരു കമ്പോണ്ട്, ആ കമ്പോണ്ടിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ എന്തൊരു ക്ലാസ് കോമ്പോണ്ട് എന്ന് പറഞ്ഞ ഒരു കമ്പോണ്ടിനെ കയറ്റി. ഇതിനാണ് നെസ്റ്റിംഗ് എന്ന് പറയുക, ഒരു കമ്പോണ്ടിൻ്റെ ഉള്ളിലോട്ട് ഒരു കമ്പോണൻറ്റ്. അപ്പം നിങ്ങൾ തൽക്കാലം എത്ര പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ക്ലാസ് ബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് കോമ്പോണൻറ്റ് എക്സ്റ്റെൻസ് റിയാക്ട് ഡോട്ട് കോമ്പോണൻറ്റ്. ഒന്നിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കമ്പോണൻറ്റിനെ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ റിയാക്ട് വേണമെങ്കിൽ എടുത്ത് കളയാം, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇതാണ്. നമുക്ക് പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ കമ്പോണൻസ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് ഈ ക്ലാസ് കോമ്പോണൻറ്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി. അതുകൊണ്ടാണ് ഈ റെൻഡർ മെത്തേഡൊക്കെ ഇവിടെ വർക്കായത്. റെൻഡർ മെത്തേഡൊക്കെ വന്ന് ക്ലാസ് ബേസ് കമ്പോണൻറ്റ് പ്രോപ്പർട്ടിയാണ്. റെൻഡർ മെത്തേഡ് ചെയ്യുന്നത് നമ്മൾ ഈ HTML നമുക്ക് ഡോമിലോട്ട് ഔട്ട്പുട്ട് ചെയ്തിട്ട് ഇവിടെ കാണിക്കാം. അതാണ് നമ്മുടെ റെൻഡർ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ബേസ് കമ്പോണൻറ്റ് കഴിഞ്ഞു. പക്ഷേ ഇത് നിങ്ങൾ ഇങ്ങനെ എക്സ്പോർട്ട് ഡിഫാൾട്ട് ക്ലാസ് ഇങ്ങനെയൊക്കെ എഴുതി കുറേ ടൈം വേസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ റിയാക്ട് തന്നെ VS കോഡ് തന്നെ ഒരു എക്സ്റ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ എക്സ്റ്റൻഷൻ്റെ പേര് എന്ന് വെച്ചാൽ നിങ്ങളിവിടെ എക്സ്റ്റൻഷൻ എടുത്ത് നോക്കിയാൽ ES7 സ്നിപ്പറ്റ് കണ്ടോ. ഇവിടെ ഫസ്റ്റ് കാണിക്കുന്നതല്ല, ES7 റിയാക്ട് റിഡക്സ് റിയാക്ട് നേറ്റീവ് സ്നിപ്പറ്റ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഈ VS കോഡ് പ്രൊവൈഡ് ഉണ്ട്. അതിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ പേര് ഇതാണ്, റിയാക്ട് റിഡക്സ് റിയാക്ട് നേറ്റീവ് സ്നിപ്പറ്റ്സ്. നിങ്ങൾക്ക് റിയാക്ട് സ്നിപ്പറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും കണ്ടോ, റിയാക്ട് സ്നിപ്പറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് വരുന്ന കാര്യമാണ്. അതിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ചുമ്മാ ഇൻസ്റ്റാൾ കൊടുത്താൽ അത് എനേബിൾ ആയിക്കോളും. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന് നമുക്ക് റിമൂവ് ചെയ്യാം. പെട്ടെന്ന് നമുക്കൊരു കമാൻഡാണ് RCE. എന്നിട്ട് നിങ്ങൾ ടാബ് അടിച്ചാൽ കണ്ടോ, നിങ്ങളുടെ കമ്പോണൻറ്റ് ദിസ് ഈസ് എ ഫാസ്റ്റ് മെത്തേഡ് കണ്ടോ, നിങ്ങളുടെ കമ്പോണൻറ്റ് റെഡിയായി. എത്ര പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, RCE എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഒരു കമ്പോണൻറ്റ് ഈ VS കോഡിനെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തോളും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള HTML കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് ബേസ് കമ്പോണൻറ്റ് കഴിഞ്ഞു. നമുക്ക് H2 ക്ലാസ് ബേസ്ഡ് കമ്പോണൻറ്റ്, നമ്മുടെ ക്ലാസ് ബേസ്ഡ് കമ്പോണൻറ്റ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഫങ്ഷണൽ കമ്പോണൻറ്റ് നോക്കാം. ഫങ്ഷൻ comp.js. ഓക്കെ, അപ്പോൾ നമ്മൾ ഫങ്ഷണൽ കമ്പോണൻറ്റ് നമ്മൾ നേരെ app.js ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം, ഫങ്ഷൻ സ്പേസ് ഫങ്ഷൻ നെയിം, അത് റിട്ടേൺ ചെയ്യുന്ന ഒരു HTML എലമെൻറ്റ്. ഇതാണ് ഫങ്ഷണൽ കമ്പോണൻറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫങ്ഷൻ ചെയ്താൽ ഏരോ ഫങ്ഷൻ ചെയ്താൽ നോർമൽ ഫങ്ഷൻ ചെയ്താൽ. ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഏരോ ഫങ്ഷനാണ് എഴുതുന്നത്. എക്സ്പോർട്ട് അതുപോലെ ഞാൻ തൽക്കാലം സാധാ ഫങ്ഷൻ എഴുതാം, ഫങ്ഷൻ. ഓക്കെ, സോറി, അതിനാദ്യം ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്റ്റിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. പിന്നെ ഫങ്ഷൻ സ്പേസ് ഫങ്ഷൻ നെയിം, ഇത് പറഞ്ഞാൽ ഫങ്ഷൻ comp1 അല്ലേ, comp1. പിന്നെ നമ്മുടെ സാധാ ഫങ്ഷൻ്റെ കേളി ബ്രാക്കറ്റ്, അത് റിട്ടേൺ. ഇവിടെ ക്ലാസ് ബേസ്ഡ് ഉള്ളത് കാരണം റെൻഡർ മെത്തേഡ് വേണ്ട. സാധാ HTML റിട്ടേൺ ചെയ്യുന്നത് എന്താ, H2 this is a functional component. നമ്മൾ റീഫ്രഷ് ചെയ്തിട്ട് UI നോക്കിയാൽ അത് കാണില്ല, കാരണം നമ്മൾ എന്ത് ചെയ്യുക, നെസ്റ്റ് ചെയ്തിട്ടില്ല. നെസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഇതിന് നമുക്ക് എക്സ്പോർട്ടും കൂടെ ചെയ്യണം. ഇവിടെ തന്നെ എക്സ്പോർട്ട്
ഡിഫോൾട്ട് എപ്പോഴും കൊടുക്കണം. നമുക്ക് ഡിഫോൾട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് ഇമ്പോർട്ട് ആയിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നെസ്റ്റിങ് ചെയ്യണം. നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യാം, ഫങ്ഷണൽ ആക്കുക. ഫങ്ഷണൽ കമ്പോണൻറ്റ് ഫ്രം കമ്പോണൻസ് മാറ്റി /ഫങ്ഷണൽ കമ്പോണൻ്റ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ടാഗ് എഴുതുക. ടാഗ് എഴുതി ഇനി നമ്മൾ ഈ ഫങ്ഷണൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞ ഇതിനെ നമുക്ക് ഇവിടെ കൊടുത്താൽ ഇതുപോലെ HTML ഇതായി. ഇത് പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ. H3 അയ്യോ, ഓക്കെ, നമുക്ക് ഞാൻ ഒന്ന് റിവൈസ് ചെയ്യാം. ഫങ്ഷണൽ കമ്പോണൻ്റ് ഫ്രം ഫങ്ഷണൽ കമ്പോണൻ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ഒരു ടാഗ് എഴുതുക. അതിൽ നമ്മുടെ ഈ ഫങ്ഷണൽ കമ്പോണൻ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് UI എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് ബേസ് കമ്പോണൻ്റ് ഉണ്ട്. അതിൻ്റെ അടിയിൽ ദിസ് ഈസ് എ ഫങ്ഷണൽ കമ്പോണൻ്റ്. ഇനി നമുക്ക് ഈ നെസ്റ്റിംഗ് ഒന്നും ഇഷ്ടമുള്ള ഓർഡറിന് കൊടുക്കാം. ഇത് നമുക്ക് മുകളിലിട്ടാൽ എന്ത് ചെയ്യും, ദിസ് ഈസ് എ ഫങ്ഷണൽ കമ്പോണൻ്റ് ആദ്യം കാണിക്കും, ക്ലാസ് ബേസ് കമ്പോണൻ്റ് അടിയിലേക്ക് കാണിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് ക്ലാസ് ബേസ് കമ്പോണൻ്റ് ഒരു രീതി ഇങ്ങനെ ചെയ്യാം. അടുത്ത രീതി എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഡിഫോൾട്ട് കോൺസ്റ്റ്. ഞാനിത് കമൻറ്റ് ചെയ്യാം. ഞാൻ പല രീതിയും കാണിച്ചതാണ്. ഫങ്ഷണൽ കമ്പോണൻ്റ് ഫങ്ഷണൽ കോംപ് 1 നമ്മൾ വേറെ ഫങ്ഷൻ ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്ത് ചെയ്യണം, ഒരു H2 ടാഗിൽ ആരോ ഫങ്ഷൻസ്. ഓക്കെ, നമ്മുടെ കോൺസ്യൂമർ ഡിഫോൾട്ടിൻ്റെ പ്രശ്നം പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അടിയിൽ എക്സ്പോർട്ട് ഡിഫോൾട്ട് വേറെ ഫങ്ഷൻ ആണ്. അതായത് നമ്മൾ ഒറ്റ സെൻറ്റൻസിൽ തന്നെ ഇത് റിട്ടേൺ ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ സാധാരണ നോർമൽ ഫങ്ഷനാണ്. ഇത് നമ്മളൊരു വേറെ ഫങ്ഷൻ എഴുതി നമുക്കിതിനെ റിട്ടേൺ ചെയ്തു. റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വേണ്ട, വേറെ ഫങ്ഷനായ കാരണം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്നിപ്പറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയുള്ള കമാൻഡാണ് RFCE കൊടുത്താൽ ഫോർ ഫങ്ഷണൽ കമ്പോണൻറ്റ്. ആണോ, എല്ലാം റെഡിയാക്കും. നമ്മളൊരു H2 ടാഗിൽ സ്നിപ്പറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ കേട്ടോ സ്നിപ്പറ്റ് ഇവിടെ വേണം. അപ്പോൾ നമ്മുടെ രണ്ട് ടൈപ്പ് കമ്പോണൻറ്റ്, ക്ലാസ് ബേസ്ഡ് കമ്പോണൻറ്റും ഫങ്ഷണൽ കമ്പോണൻറ്റും. നമ്മൾ റിയാക്ട് നോർമലി ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്ലാസ് ബേസ്ഡ് കമ്പോണൻറ്റ് ഫങ്ഷണൽ കമ്പോണൻറ്റുമാണ്. പിന്നെ റിയാക്ട് ഇപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫങ്ഷണൽ കമ്പോണൻറ്റിലോട്ടാണ്. കാരണം റിയാക്ട് ഹുക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫങ്ഷണൽ കമ്പോണൻറ്റ് വേണ്ടിയിട്ട്. ഇപ്പോൾ അത് ക്ലാസ് ബേസിനെ എഫക്ട് ചെയ്യില്ല, ഫങ്ഷണൽ കമ്പോണൻറ്റ് മാത്രമേ ഹുക്സ് ഉള്ളൂ. അതായത് മുന്നേ ക്ലാസ് ബേസ്ഡ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലാസ് ബേസ്ഡ് ആയിരുന്നു. അതിൽ ഈ സ്റ്റേറ്റ് പ്രോപ്സ് എന്ന് പറഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ നോക്കാം. ബട്ട് ഈ ഫങ്ഷണൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഡീപ്പായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ പിന്നെ റിയാക്ടിൻ്റെ അപ്ഡേഷൻ വന്നപ്പോൾ എല്ലാവരും ഫങ്ഷണൽ കമ്പോണൻറ്റ് വിത്ത് ഹുക്സ് ഫങ്ഷണൽ കമ്പോണൻറ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഈ പരിചയപ്പെട്ട രണ്ട് മെയിൻ കമ്പോണൻസ് ആണ് ക്ലാസ് ബേസ്ഡ് കമ്പോണൻറ്റും ഫങ്ഷണൽ കമ്പോണൻറ്റ്. അതെങ്ങനെ റൈറ്റ് ചെയ്യാം, എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.